ഹായ് ഹലോ മോർണിംഗ് ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത ലൊക്കേഷൻ വന്നേക്കുന്നത് ലാൽബാഗാണ്. മോർണിംഗ് 10 o'clock ആകുമ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തിയായിരുന്നു കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എൻട്രി ഫെയർ വന്നേക്കുന്നത് 100 rupees പെർ പേഴ്സൺ ആട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ 80 rupees പെർ പേഴ്സൺ ആട്ടോ എൻട്രി ഫെയർ വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുവാണ്. ആ ഒരു മോർണിംഗ് എത്തിയിട്ടും അതിൻ്റെ ഉള്ളിൽ നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഉള്ളിൽ കയറിയപ്പോൾ മുതൽ ഭയങ്കര ഒരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഫുള്ള് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അവരാ ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വീഡിയോസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ വ്യൂ ഒക്കെ അങ്ങ് പോകത്തില്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും വീഡിയോസ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ കാണുവാണ്. കുറേ ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ചിലതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ വയൽ പ്രദേശത്തൊക്കെ കാണുന്ന ഫ്ലവേഴ്സൊക്കെ അവർ ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത് വച്ചേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും ഈ ഒരു സ്പോട്ടിലൊക്കെ. കാരണം ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയല്ലേ ഈ ലാൽബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് മനസ്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ കണ്ണിനും ഒരുപോലെ തന്നെ നല്ലൊരു വ്യൂ കിട്ടിയൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇവിടുത്തെ ഓരോന്നും ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഫുള്ള് ഫ്ലവേഴ്സാണ്. ആ ഒരു സ്മെല്ലും നമുക്ക് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സ്പോട്ടിലൊക്കെ പോയിട്ട് ഫോട്ടോസും വീഡിയോസ് എടുക്കാമെന്ന് വെച്ച് ഓടിച്ചാടി പോയായിരുന്നു. പക്ഷേ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് വെജിറ്റബിൾസിൻ്റെ ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു സെക്ഷനായിട്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ കാണുന്ന ഒന്നും തന്നെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിലും കയറിയിട്ട് ഞങ്ങൾ കുറേ അങ്ങനെ ട്രാവൽ ചെയ്തു. എന്നിട്ട് ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയത് കേട്ടോ. കാരണം ഞങ്ങളുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എന്ത് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ചെറുതായിട്ട് വിശപ്പും അതുപോലെ തന്നെ ദാഹവും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും ഓരോ പ്ലേറ്റ് അങ്ങ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അടുത്ത പ്ലേസ് ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള ഡിസ്കഷനും കൂടി ഞങ്ങൾ അവിടെ നിന്ന് നടത്തുകയാണ്. അങ്ങനെ ഞങ്ങളൊരു സ്പോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ അടുത്ത ഒരു ഇതിലേക്ക് പോവുക കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, ഇടാൻ നോക്കിയായിരുന്നു. പക്ഷേ ലെങ്തി വീഡിയോ ആവുന്നതുകൊണ്ട് തന്നെ ഇതിവിടെ നിർത്തിയിട്ട് അടുത്ത പ്ലേസ് വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ബൈ.